When I say Jesus is alive, യേശു ജീവിക്കുന്നെന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ I'm declaring two things. ഞാൻ രണ്ട് കാര്യമാണ് ഉറക്കെ I'm പറയുന്നത്. declaring number one, ഒന്നാമതായി I am righteous, ഞാൻ I am നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. bold, എനിക്ക് I am a ധൈര്യമുണ്ട്. child of God. ദൈവ പൈതലാ. That is my declaration. ഞാനത് വിളംബരം ചെയ്യുകയാണ്. When I say Jesus is alive, യേശു ജീവിക്കുന്നെന്ന് I ഞാൻ am പറയുമ്പോൾ declaring number two, രണ്ടാമതായി ഞാൻ പ്രഖ്യാപിക്കുന്നു that the demonic kingdom is utterly defeated. സാത്താന്റെ രാജ്യം പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. No more poverty, no more sickness, no more pain, because the devil is totally defeated. ഇനി മേലാൽ പാപം, രോഗം, ശാപം, ബന്ധനം ഒന്നും എന്നെ തൊടുകയില്ല. പിശാച് പരാജയപ്പെട്ടിരിക്കുന്നു. Can you shout that name above all names? ആ സകല നാമത്തിന് മേലായ നാമം ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. When you are calling upon his name, ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ every sickness will leave. ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയാൻ. Every sickness, every infirmity, in that name which is above name. യേശുവിന്റെ നാമം നിങ്ങൾ ഇപ്പോൾ വിളിക്കുമ്പോൾ, ആ ഉയർത്തെഴുന്നേറ്റ നാമം ഇപ്പോൾ വിളിക്കുമ്പോൾ, ആ പുനരുത്ഥാന ശക്തിയാൽ ഇപ്പോൾ തന്നെ രോഗബന്ധനം അഴിഞ്ഞു വീഴും. സാത്താന്റെ കെട്ടുകൾ പൊട്ടി മാറും ഇപ്പോൾ തന്നെ. The blind will see, the deaf will hear, because of the name of Jesus. ചകിട്ട കാതുകൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ Right now, ഇപ്പോൾ right now, ഇപ്പോൾ ഈ പന്തലിൽ, arise, ഇപ്പോൾ ഈ പന്തലിൽ തന്നെ, right now, ഇപ്പോൾ തന്നെ. the Bible is ഈ true, പന്തലിനകത്ത് ബൈബിൾ സത്യം, word of God is true, ദൈവവചനം സത്യം. Jesus has risen, യേശു ഉയർത്തെഴുന്നേറ്റു. I am justified, ഞാൻ നീതീകരിക്കപ്പെട്ടു. devil has no right in me, സാത്താൻ ഇനി എന്റെ മേൽ അവകാശമില്ല. sickness has no right in your body. രോഗത്തിന് നിന്റെ ശരീരത്തിന്മേൽ അവകാശമില്ല. ഇപ്പോൾ തന്നെ കുടഞ്ഞെഴുന്നേക്ക്. Oh, poverty has no right on you, ദാരിദ്ര്യത്തിന് നിന്റെ മേൽ അവകാശമില്ല. because Jesus has risen. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു. Jesus has risen. യേശു ഉയർത്തു. Shake that poverty. ദാരിദ്ര്യത്തെ കുടഞ്ഞു കളയുക. Come on, rise. ചാടി എഴുന്നേറ്റ് കുടഞ്ഞു കളയുക. Oh, leave that sickness. രോഗത്തോട് വിട്ടുപോകാൻ പറ. Today sick will be healed. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്നു. Not because of us, ഞങ്ങളുടെ നിമിത്തമല്ല, because Jesus is alive. യേശു ജീവിക്കുന്നതിന്, In his name, അവന്റെ നാമത്തിൽ every knee will bow. എല്ലാ മുഴങ്കാലും മടങ്ങും. He is alive. അവൻ ജീവിക്കുന്നു. Call his name. അവന്റെ നാമം, Shout his ആ name. നാമം ഒന്ന് വിളിച്ചാട്ടെ. When you are shouting his ആ name, നാമം നിങ്ങൾ വിളിക്കുമ്പോൾ bones will become straight. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരും. Right now, ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാവും. right now, ഇപ്പോൾ തന്നെ cancer will dry. ക്യാൻസറുകൾ ഉണങ്ങി മാറും. All wounds will dry. മുറിവുകൾ ഇപ്പോൾ തന്നെ ഉണങ്ങും. Psoriasis will go. സോറിയാസിസ് ഇപ്പോൾ സൗഖ്യമാകും. It will become dry. അത് ഉണങ്ങും. I am speaking this. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ I am bold, ഞാൻ ധൈര്യത്തോടെ പറയുന്നു. because I know എന്തെന്നാൽ എനിക്കറിയാം Jesus is alive. യേശു ജീവിക്കുന്നു. Jesus is alive. യേശു ജീവിക്കുന്നു. Jesus is alive. യേശു ജീവിക്കുന്നു. Jesus is here. യേശു ഇവിടെയുണ്ട്. Jesus is here. ഇവിടെയുണ്ട്. Every sickness, എല്ലാ രോഗങ്ങളും, every infirmity, എല്ലാ ബലഹീനതകളും leave in Jesus' name. വിട്ടുപോയ യേശുവിൻ നാമത്തിൽ, In Jesus' name. യേശുവിൻ നാമത്തിൽ Even right now, ഇപ്പോൾ തന്നെ those who cannot walk, എഴുന്നേറ്റ് നടക്കാൻ കഴിവില്ലാത്തവർ right now arise. യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. Right now arise. എഴുന്നേറ്റ് നടക്കാം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സകല ദുരാത്മാക്കളോടും സകല ഭൂതാത്മാക്കളോടും വെളിയിൽ വരുവാൻ കൽപ്പിക്കുകയാണ്. മാനസിക രോഗത്തിന്റെ ആത്മാവ്, ഉറങ്ങാൻ കഴിയാതെ ബന്ധിച്ച ആത്മാവ്, മദ്യപാനത്തിന്റെ ദുരാത്മാവ്, ആത്മഹത്യ വാസന, കുലപാതക വാസന, പുകവലി, എല്ലാ ദുഷ്ടപിശാച് വെളിയിൽ വാ. യേശുവിൻ നാമത്തിൽ നിന്നോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, ജനത്തെ വിട്ടുമാറ്.
യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ നീതീകരിക്കപ്പെട്ടു. പൈശാചിക സാമ്രാജ്യം തകർന്നു. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇന്ന് രോഗികൾ സൗഖ്യമായി മതിയാകത്തുള്ളൂ. അഭിഷക്തൻ ഇവിടെ ഉണ്ട്. അഭിഷക്തൻ ഇവിടെ ഉണ്ട്. അഭിഷേകത്താൽ നിറയപ്പെടുക. തലയ്ക്കകത്തെ വിങ്ങുന്ന വേദന, തലയ്ക്കകത്തെ വിങ്ങുന്ന വേദന, തലയ്ക്കകത്തെ മുഴ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്നു. All tumors I command in Jesus name come out. എല്ലാ പഴുപ്പുകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. All those who are watching us. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ. All those who are watching us. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ. Internet and television. ടെലിവിഷനിൽ, ഇന്റർനെറ്റിൽ. Right now. ഇപ്പോൾ തന്നെ. The power of resurrection. ഉയർപ്പിന്റെ ശക്തി. The power of resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തി. That brought Jesus from the dead. യേശു മരണത്തിൽ നിന്ന് ഉയർത്തപ്പോഴുള്ള ശക്തി. If death could not hold on to Jesus, അവനെ മരണത്തിന് പിടിച്ചു വെക്കുക സാധ്യമായിരുന്നു. the same power is coming to your room. ശക്തി നിങ്ങളുടെ റൂമിലേക്ക് വരുന്നു. Coming to your house. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. Coming to your body. നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്നു. Right now. ഇപ്പോൾ തന്നെ. Right now. ഇപ്പോൾ തന്നെ. Right now. ഇപ്പോൾ തന്നെ. If death could not hold Jesus, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ nothing can hold you in the name of Jesus. ഒന്നിനും നിങ്ങളെ പിടിച്ചു വെക്കുക സാധ്യമല്ല യേശുവിൻ നാമത്തിൽ. Can you shout that name again? വീണ്ടും യേശുവിന്റെ നാമം എന്ന് വിളിച്ചോട്ടെ. Hallelujah. എത്ര പേരുടെ അകത്ത് യേശു ഉണ്ട്? എത്ര പേരുടെ ഇത്രയും പേരുടെ അകത്ത് യേശു ഉണ്ടോ? ഹല്ലേലൂയ. യേശുവിനെ ബന്ധിക്കാമെങ്കിൽ നിങ്ങളെയും ബന്ധിക്കാം. ഇനി ആരെങ്കിലും ബന്ധനമാണെന്ന് പറഞ്ഞു വന്നാൽ അവരോട് പറയണം, യേശുവിനെ ബന്ധിക്കാമെങ്കിൽ എന്നെയും ബന്ധിക്കാം. പക്ഷെ വചനം പറയുന്നു, മരണത്തിന് പോലും അവനെ പിടിച്ചു വെക്കുവാൻ സാധിച്ചില്ല. And even death മരണത്തിന് പോലും could not hold him. അവനെ പിടിച്ചു വെക്കുക സാധ്യമല്ല. അവനെ പിടിച്ചു വെക്കുക സാധ്യമല്ല. The day of resurrection came. ആ പുനരുത്ഥാന ദിവസം വന്നപ്പോൾ the pangs of death were thrown. മരണ പാശങ്ങൾ പൊട്ടിച്ച് അവനെ ഉയർത്തെഴുന്നേറ്റു. That Jesus is in you. ആ യേശു നിങ്ങളുടെ ഉള്ളിലാണ്. That Jesus is in you. ആ യേശു നിങ്ങളുടെ ഉള്ളിലാണ്. ആ യേശു നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. ആ യേശു നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിഷയം വരുമ്പോൾ ബന്ധനമാണ്, പോരാട്ടമാണ് എന്ന് പറഞ്ഞ് നടക്കരുത്. അതിന്റെ അർത്ഥം നിങ്ങൾ വിളിച്ചു പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അതേ അഭിഷേകം, യേശുവിന്റെ മേലുള്ള അതേ പുനരുത്ഥാന ശക്തി നിങ്ങളുടെ മേൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ മേൽ നമ്മുടെ ഗുണം കൊണ്ടല്ല, കൃപയാൽ വിളിച്ചു പറഞ്ഞാട്ടെ. എല്ലായിടത്തും ഇപ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. നട്ടലിന്റെ പ്രശ്നമായിരുന്നു, നട്ടലിന് വേദനയായിരുന്നു, നട്ടൽ വളഞ്ഞിരുന്നു. കർത്താവിന്റെ നട്ടൽ ഇന്ന് സൗഖ്യമാക്കി. എനിക്ക് കുനിയാൻ മേലായിരുന്നു, നട്ടലിന്റെ വേദന കാരണം എനിക്ക് പ്രയാസമായിരുന്നു. അങ്ങനെ ഉള്ളവർ ആ കൈ ഒന്ന് വീശി ഒന്ന് കാണിച്ചു. ഓടി വന്നേ, അതൊരു വലിയ സൗഖ്യമാണെന്ന് കാണും പറയും. ഓടി വന്നേ. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് നട്ടലിന് വേദനയായിരുന്നു. പെടലി തൊട്ട് തുടങ്ങിയതാ. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലത്ത് കൈയെന്ന് തുടങ്ങിയതാ. ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് എഴുതാനും പഠിക്കാനും ഒന്നും മേല. മെഡിക്കൽ കോളേജിലെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നട്ടലിനായ കാരണം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നതും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. അപ്പം പോലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കുനിയാൻ മേല, എല്ലാവരെ പോലും കുനിഞ്ഞൊന്നും എടുക്കാൻ മേല. മറ്റുള്ളവരൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ സാധനമൊക്കെ കുഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി പ്രായമായവരെ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് നാണക്കേടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ എനിക്ക് എല്ലാവരും ഇരിക്കുമ്പോൾ ഇരിക്കാൻ മേലായിരുന്നു. ഇപ്പം എനിക്ക് നന്നായിട്ടിരിക്കാം. എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. എന്റെ യേശുവിനെ സൗഖ്യമാക്കി, എന്റെ യേശുവിനെ സൗഖ്യമാക്കി. യേശുവേ belongs the glory and the honor as we lift your hands in worship, as we lift your holy name. To you belong the glory, Jesus, and the honor. Thank you. As we lift your hands in worship,
as we lift your holy name. For you are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great, you do miracles so great. There is no one else like you. There is no one else like you. ഈ മോൾ മാത്രമല്ല, നട്ടലിന് സൗഖ്യമായ, കുനിയാൻ മേലാത്ത, ഇവിടെ വന്നപ്പോഴും അസ്വസ്ഥതയായിരുന്ന വേറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. സൗഖ്യമായവർ ആ കൈ ഒന്ന് ഉയർത്തിക്കുന്ന നട്ടൽ സൗഖ്യമായി. ഇന്ന് ഇവിടെ വെച്ച് യേശു ക്രിസ്തു എവിടെ പ്രസംഗിക്കപ്പെടുമോ അവിടെ സൗഖ്യം നടന്നേ മതിയാകത്തുള്ളൂ. ഈ സുവിശേഷം കേൾക്കുവാനുള്ളത് മാത്രമല്ല, കാണാനും കൂടെ ഉണ്ട്. ഈ സൗഖ്യങ്ങൾ ഇവിടെ നടക്കുന്നത് ഇന്നിവിടെ പറഞ്ഞ വചനം കർത്താവ് ഉറപ്പിക്കുക. ഇത് കൃപയാലാണ്, അവൻ തെരഞ്ഞെടുത്തതാണ്, നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന് കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കൊണ്ടും ഇവിടുന്ന് ഇറങ്ങുന്ന ഓരോ മക്കളെ കൊണ്ടും കർത്താവ് അത് വെളിപ്പെടുത്താൻ പോവുക. ആമേൻ, ആമേൻ. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് നട്ടലിന് വേദനയായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തുടങ്ങിയതാണ്. എനിക്ക് എഴുതാനൊന്നും വയ്യ. ഞാൻ ക്ലാസ്സിൽ എഴുതാതിരിക്കുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് പോലും വിശ്വസിച്ചിട്ടില്ല. എനിക്ക് മടിയാന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ വിഷമം എനിക്ക് മാത്രം അറിയത്തുള്ളായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ യേശുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഈ 4 വർഷം നട്ടലിൻ്റെ പുറത്ത് നിന്ന് ഭാരം എടുത്ത് വെച്ചേക്കുമ്പോൾ എനിക്ക് തോന്നിയത് എനിക്കൊന്ന് കുനിയാനൊന്നും മേലായിരുന്നു. എനിക്ക് വെള്ളം കോരാൻ മേല, വെള്ളം എടുക്കാൻ മേല. യേശു എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ഇരിക്കാനൊന്നും മേലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാരും ഇരിക്കുന്നിടത്തുനിന്നും കുറച്ച് പൊങ്ങി ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ അനിയത്തോട് പറയുമായിരുന്നു, നീ ഇരിക്കുന്ന കഴിഞ്ഞു എന്ത് സ്ട്രെയിറ്റ് ആയിട്ടാ ഞാൻ ഇരിക്കുന്നതെന്ന്. അതുപോലെ എനിക്ക് ഇപ്പൊ നല്ല സുഖമുണ്ട്. എങ്ങനെ കുനിയാൻ മേലായിരുന്നു? കുനിയാൻ മേലായിരുന്നു. മോടെ പേരെന്താ? എന്റെ പേര് ലിനോയ്. എവിടുന്നാ വരുന്നത്? മണർകാട്. സ്പീഡിൽ നടക്കത്തില്ലായിരുന്നു, ചാടാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ചാടി ആരാധിച്ചു. ഇതിലൊന്ന് ചാടി ഓടിക്കേ. Then sings my soul, my Savior God to thee. How great you are! How great thou art. Father, I pray that there will be greater and even greater testimonies. In the name of Jesus, let there be on fire. Jesus' name. രാവിലെ പോരുമ്പോഴൊക്കെ നന്നായിട്ട് ശരീരത്തിന് വേദന, നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവ് സൗഖ്യമാക്കി. പൂർണ്ണമായി സൗഖ്യമായി. വേദനയില്ല. വേദനയില്ല. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. സ്റ്റേജിലേക്ക് ഓടി വന്ന അച്ചായൻ 1 വർഷം മുമ്പ് ശരീരം ഒരു സൈഡ് തളർന്നു പോയതാ. ഇദ്ദേഹത്തിന് ഏന്തി മാത്രമേ നടക്കാൻ പറ്റത്തുള്ളായിരുന്നു. പൂർണ്ണമായി ശരീരത്തിന് വിടുതലില്ലായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നട്ടിൽ നിന്ന് എന്തോ ഞൊട്ട പോലെ പോയി. ഇപ്പൊ അദ്ദേഹം സ്റ്റേജിൽ കൂടെ ഓടിയാ വന്നത്. യേശു വിടുവിച്ചു. ഓടിക്കേ. ഒന്നിങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. എനിക്ക് 1 വർഷമായി ഈ തളർച്ചയായിട്ട് ഈ മുഖമെല്ലാം കൂടി എനിക്ക് സംസാരിക്കാൻ ശേഷിയില്ലാതെ ഏണ്ട 4 മാസക്കാലം എനിക്ക് ആഹാരങ്ങൾ വാരിത്തരികയും എൻ്റെ ഈ കൈയും കാലും എൻ്റെ ഭാര്യ എടുത്തു വെക്കുകയും താഴ്ത്തു വെക്കുകയും ചെയ്തിരുന്നു. കാരണം ഞാനും വന്നപ്പോൾ ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ ബൈബിൾ സ്കൂളിൽ ഏന്തിയാ വന്നോണ്ടിരുന്നെന്ന് പറഞ്ഞു. അതെ. ഇന്നിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്ന് രാവിലെയും ഏന്തിയാണോ? ഇന്ന് വളരെയധികം ഭാരമായിരുന്നു. കാലം ഞാൻ എടുത്തു വെക്കുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന പോലെ ആയിരിക്കും. ഇതെന്തുകൊണ്ടായി അറിയത്തില്ല. ഇല്ല. ഓക്കെ. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ നടന്നെന്ന് പറഞ്ഞ ഏകദേശം ഏത് രീതിയിൽ എങ്ങനെയാണ് വന്നേ ഇവിടെ? ഞാൻ ഇങ്ങനെ നടന്നു. ഓക്കെ. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഞാൻ ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴേ എനിക്ക് ഒരു ഞൊട്ട പോകുന്ന നടുവിനെ ഞൊട്ട പോകുന്ന പോലെ തോന്നി. അതെ, അത് പിശാചിന്റെ തലമണ്ടയ്ക്ക് ഇടി കൊണ്ട് ഒച്ചയാണ്. എന്നിട്ട് എനിക്ക് നല്ലൊരു ആശ്വാസം. കുനിയൻ ഓടുകയൊക്കെ എനിക്ക് ചെയ്യാം. അത് കഴിഞ്ഞപ്പം നല്ല ആശ്വാസമുണ്ട്. കുനിയേം നൂറുകയും ഓടുകയും ചെയ്യാം. 3 ഒന്ന് കാണിച്ചേ. കുനിവേയും നൂറുകയും ഓടുകയും ചെയ്തേ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ,
മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനെ. ഇതെല്ലാം തെളിഞ്ഞ്, ഇതെല്ലാം തെളിവ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. എന്തുകൊണ്ടാണ് നീതീകരിക്കപ്പെട്ടത്? അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് മാത്രമാ ഞാൻ നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിന്, രോഗത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവുമില്ല. എത്ര പേര് രോഗത്തിന് എൻ്റെ മേൽ കാര്യമില്ല? ഹല്ലേലൂയ. 2-3 പേർക്ക് കൈ കൊടുത്തോട്ട് പറഞ്ഞാട്ടെ, ഭാരപ്പെടാനോ വിചാരപ്പെടാനോ ഒരു അവകാശവുമില്ല യേശു കർത്താവായതുകൊണ്ട്. സഹോദരിക്ക് എന്താ സംഭവിച്ചത്? 2 ആഴ്ചക്കധികമായി ഈ നടുവിൽ എന്തോ ഇരിക്കുന്ന പോലെ, ഉരുണ്ടിരിക്കുന്ന പോലെ, നടുവിൽ ഏതാണ്ട് ഉരുണ്ടിരിക്കുകയായിരുന്നു. കുനിയാൻ മേലെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, എന്റെ നടുവിന് വേദനയാ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നടുവിന് ഇരുന്ന എന്തോ സാധനം ഇറങ്ങിപ്പോയി, പരിപൂർണമായി സൗഖ്യമായി. ഈ 2 ആഴ്ചയായിട്ട് ഭയങ്കര നടുവിന് വേദനയായിരുന്നു, കുനിയാനും മേലായിരുന്നു. എവിടുന്നാ വരുന്നത് സഹോദരി? ഞാൻ മാലത്തൂന്ന്. മലം. ഓക്കെ. പാത്രം ഒന്നും ഇരുന്ന് കഴുകത്തില്ലായിരുന്നു. ഞാൻ നിന്നോണ്ടായിരുന്നു കഴുകുന്നതൊക്കെ. പക്ഷെ എനിക്കിപ്പോ പൂർണ്ണമായിട്ട് ഏതാണ്ട് അവിടെ നടുവിന് ഇവിടെ ഈ സൈഡിലാണ്ട് ഉരുണ്ടിരിക്കുന്നു. എന്നിട്ട് എന്നാ സംഭവിച്ചു? ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് അത് ഇറങ്ങിപ്പോയി. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനെ. അടുത്തിരിക്കുന്ന ആളിനോട് കൈ കൊടുത്തു പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യാൽ വീര്യ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു. ഒരുങ്ങിക്കോണം. ഇനി രോഗിയുടെ മേൽ കൈവെക്കാൻ മടിക്കരുത്. കൈവെച്ച് യേശുവിൻ്റെ നാമം പറയുമ്പോൾ സൗഖ്യമാകും. ഒരു ബന്ധനം ഇങ്ങോട്ട് കയറത്തില്ല. അഭിഷേകം അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. അത്ഭുതങ്ങൾ അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. ഒരു ബാധയും ഇങ്ങോട്ട് വരത്തില്ല. നിങ്ങൾ ചെല്ലുമ്പോൾ ബാധ ഓടി പോകത്തേ ഉള്ളൂ. ഒരു ബാധയും കൂടാരത്തിന് സമീപിക്കത്തില്ല. ഉയരത്തിലെ ശക്തിയാൽ നിറയപ്പെടും. ഹല്ലേലൂയ. രോഗത്തിന് എന്റെ മേൽ കാര്യമില്ല, ശാപത്തിന് എന്റെ മേൽ ജയവുമില്ല. ക്രൂശിലെന്നെ യേശു അതെല്ലാം വഹിച്ചതാ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലെന്നെ യേശു അതെല്ലാം വഹിച്ചതാ. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. എന്മേലോ ഇനി എന്റെ ഭവനത്തിലോ സാത്താന്റെ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എന്റെ ഭവനത്തിലോ സാത്താന്റെ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലെന്നെ യേശു ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലെന്നെ യേശു ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എനിക്ക് ജയമാവുള്ളത്, എനിക്ക് ജയമാവുള്ളത്. അടുത്തിരിക്കുന്ന 3-4 പേർ കൈ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വീണ്ടെടുത്തവൻ, രക്തത്താൽ വീണ്ടെടുത്തവൻ അന്ത്യത്തോളം വഴി നടത്തും.